ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ സ്റ്റഡി ചിപ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സോഷ്യൽ സയൻസിൽ നിന്നും ക്രിസ്മസ് എക്സാമിന് അഥവാ സെക്കൻഡ് ടേം എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അവൈലബിൾ അല്ല. 2024 ഈ വർഷം സിലബസ് ന്യൂ സിലബസ് ആണ്. അപ്പോൾ ന്യൂ സിലബസ് പ്രകാരമുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഉപകാരപ്രദമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആക്ടിവിറ്റി 1, ലുക്ക് അറ്റ് ദി പിക്ചർ. Question A. How can you find the direction on this map hanging on the wall? ഈ വാളിൽ ഹാങ് ചെയ്ത ഈ മാപ്പിലെ ഡയറക്ഷൻ എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കും? അതായത് ടോപ്പ്, ബോട്ടം, റൈറ്റ്, ലെഫ്റ്റ് ഇതൊക്കെ ഏതാണ് ഡയറക്ഷൻ എന്ന് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മളെ മാപ്പിലെ ടോപ്പിൽ മുകളിൽ ഈ ഒരു ചിഹ്നം കണ്ടില്ല, ഇതാണ് നോർത്ത് ഡയറക്ഷൻ. ഓക്കെ, ഇങ്ങോട്ടാണ് നോർത്ത്. അപ്പോൾ ബോട്ടം, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? നോർത്ത്, സൗത്ത്. ഇനി റൈറ്റ് എന്താണ്? വലത്തെ ഭാഗം വെസ്റ്റ്, ഈസ്റ്റ്. അപ്പോൾ ടോപ്പ് നോർത്ത്, ബോട്ടം സൗത്ത്, റൈറ്റ് വെസ്റ്റ്, ലെഫ്റ്റ് ഈസ്റ്റ്. മാപ്സിന് എന്താണ്? ഒരു സൈൻ ഉണ്ടാവും ഇൻഡിക്കേറ്റിംഗ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സൈൻ ഉണ്ട്. അപ്പോൾ ഈ സൈൻ എന്താണ്? ഇത് നോർത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ബോട്ടം എന്തായിരിക്കും? സൗത്ത് ഡയറക്ഷൻ ആയിരിക്കും. ആക്ടിവിറ്റി 2, ക്വസ്റ്റ്യൻ എ. ഫിൽ ഇൻ ദി മിസ്സിംഗ് പാർട്സ്. മിസ്സിംഗ് പാർട്സ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. എന്തിന്റെ? വേരിയസ് സ്റ്റേജസ് ഓഫ് ഇലക്ഷന്റെ വേരിയസ് സ്റ്റേജസ് തന്നിട്ടുണ്ട്. അവിടെ മിസ്സിംഗ് പാർട്സ് നിങ്ങൾ ഫില്ല് ചെയ്യണം. എന്തൊക്കെ തന്നിട്ടുണ്ട്? അപ്പോയിന്റ്മെന്റ് ഓഫ് ഇലക്ഷൻ ഓഫീസേഴ്സ്. ഇലക്ഷൻ ഓഫീസേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ്, ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ, സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ, വിഡ്രോവൽ ഓഫ് നോമിനേഷൻ, ഇലക്ഷൻ ക്യാമ്പയിൻ, കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്സ്. ഇനി എന്തൊക്കെയാണ് ഇലക്ഷന്റെ സ്റ്റേജിൽ എന്തൊക്കെയാണ് നമുക്ക് ചേർക്കാൻ കഴിയുക അല്ലേ? ഫയലിംഗ് ഓഫ് നോമിനേഷൻ ഉണ്ട് അല്ലേ? നോമിനേഷന്റെ ഫയലിംഗ് ഉണ്ട്. അതേപോലെ വോട്ടിംഗ് ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ വോട്ടിംഗ് എന്താണ്? ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടതല്ലേ? അപ്പോൾ വോട്ടിംഗും ഫയലിംഗ് ഓഫ് നോമിനേഷനും നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യാം. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 3 ഫംഗ്ഷൻസ് ഓഫ് ഇലക്ഷൻ. അപ്പോൾ ഇലക്ഷന്റെ 3 ഫംഗ്ഷൻസ് അല്ലേ? 3 ഫംഗ്ഷൻസ് ഏതാനാണ് ചോദിച്ചത്. അപ്പോൾ എന്തൊക്കെ എഴുതാം അല്ലേ? ഫോംസ് ഗവൺമെന്റ്സ് അല്ലേ? ഇലക്ഷൻ അല്ലേ ഗവൺമെന്റിന് ഉണ്ടാക്കുന്നത് അല്ലേ? ഇലക്ഷനിൽ തിരഞ്ഞെടുപ്പിലൂടെ വിജയിക്കുന്ന ആളുകളാണ് അല്ലേ ഓരോ പാർട്ടിയിലും ഓരോ സ്ഥാനത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഗവൺമെന്റ് ഫോം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. വേറൊരു ഫംഗ്ഷൻ എന്താണ്? പ്രൊവൈഡ്സ് റെപ്രസെന്റേഷൻ ടു ആൾ. വേറൊരു ഫംഗ്ഷൻ ഡെവലപ്പ് ലീഡേഴ്സ് അല്ലേ? ലീഡേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുന്നത് ലീഡേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കും അല്ലെ? അതായി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ലീഡേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സ്ട്രെങ്തൻസ് ഡെമോക്രസി. നമ്മുടെ ജനാധിപത്യം ഡെമോക്രസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു, ശക്തിപ്പെടുത്തുന്നു ഇലക്ഷനിലൂടെ. എഡ്യൂക്കേറ്റ്സ് വോട്ടേഴ്സ് അല്ലെ? വോട്ടേഴ്സിനെ നമ്മൾ വോട്ട് ചെയ്യുന്ന ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കുന്നു അല്ലെ? അറിവ് നൽകുന്നു നമുക്ക് അല്ലെ? എഡ്യൂക്കേറ്റ് വോട്ടേഴ്സ്. 5 ഫംഗ്ഷൻസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും 3 പഠിച്ചു വെക്കുക, അല്ല 5 പഠിച്ചു വെക്കുക. ഏതെങ്കിലും 3 എഴുതിയാൽ മതി. ആക്ടിവിറ്റി 3, ലുക്ക് അറ്റ് ദി പിക്ചർ ദാറ്റ് ഷോ സം ഓഫ് ദി ചേഞ്ചസ് ദാറ്റ് ദി ഇൻവെൻഷൻ ഓഫ് ദി വീൽ ബ്രോട്ട് ടു ഹ്യൂമൻ ലൈഫ്. ഇൻവെൻഷൻ ഓഫ് ദി വീൽ, അതായത് വീലിന്റെ കണ്ടുപിടുത്തം, ഇൻവെൻഷനോട് കൂടി നമ്മുടെ ഹ്യൂമൻ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, ചേഞ്ചസ് ആണ് വന്നത് അല്ലേ? ചക്രത്തിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി മാറ്റങ്ങൾ കാണിക്കുന്ന ചിത്രമാണ്. ക്വസ്റ്റ്യൻ എ. വാട്ട് അതർ ചേഞ്ചസ് ഹാവ് ഒക്കേർഡ് ഇൻ ഹ്യൂമൻ ലൈഫ് വിത്ത് ദി അഡ്വെന്റ് ഓഫ് ദി വീൽ? പ്രിപ്പയർ എ നോട്ട്. അപ്പോൾ ഇനി വേറെ എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മുടെ ഹ്യൂമൻ ലൈഫിൽ വീലിൻ്റെ അഡ്വൻറ്റിലെ, വീടിൻ്റെ ഇൻവെൻഷനോടെ, അതായത് ചക്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതശൈലിയിൽ വന്നത് അല്ലേ? ഒന്ന്, ട്രാവൽ ബിക്കം ഫാസ്റ്റർ അല്ലേ? നമ്മുടെ യാത്ര എന്താണ്? ഫാസ്റ്റായി, വേഗത്തിലായില്ലേ ചക്രം വന്നതോടെ അല്ലേ? ചക്രം ഉണ്ടായിട്ടല്ലേ വാഹനങ്ങളൊക്കെ സ്പീഡിൽ പോകുന്നത്. അപ്പോൾ ട്രാവൽ ബിക്കം ഫാസ്റ്റർ. ലോങ്ങർ ഡിസ്റ്റൻസ് കുഡ് ബി കവേർഡ് അല്ലേ? ചക്രം വന്നതോടെ വാഹനത്തിന് എന്താണ്? നമുക്ക് പെട്ടെന്ന് എത്താൻ കഴിയും അല്ലേ? അപ്പോൾ പെട്ടെന്ന് എത്താൻ കഴിയും. അപ്പോൾ ലോങ്ങർ ഡിസ്റ്റൻസ് കുഡ് ബി കവേർഡ്. ലെസ് വർക്ക് ലോഡ്, നമ്മുടെ വർക്ക് ലോഡ് കുറഞ്ഞു, ഭാരം കുറഞ്ഞു. അല്ലെങ്കിൽ നമ്മളെന്താണ്? നമ്മൾ തോളിലേറ്റി കൊണ്ടുപോകലാണ് അല്ലേ? അത് വണ്ടിയിലൊക്കെ വെച്ചിട്ട് വർക്ക് ലോഡ്, നമ്മുടെ വർക്ക് പ്രഷറിലെ ഭാരം കുറഞ്ഞു. മോർ ഗുഡ്സ് കുഡ് ബി ക്യാരീഡ് അല്ലേ? കുറേ ഗുഡ്സ്, കുറേ സാധനങ്ങൾ നമുക്ക് ക്യാരി ചെയ്യാൻ കഴിയും. നമ്മുടെ മേത്ത് വെച്ച് കൊണ്ടുപോകുമ്പോൾ കുറച്ചല്ലേ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. വണ്ടിയിലാകുമ്പോൾ കുറേ സാധനങ്ങൾ ലോഡ് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും അല്ലേ? മോർ ഗുഡ്സ് കുഡ് ബി ക്യാരീഡ് അല്ലേ? കുറേ സാധനങ്ങൾ, ഗുഡ്സ് എന്താണ്? ക്യാരി ചെയ്യാൻ കഴിയും. ബി ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദി 3 മേജർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ദാറ്റ് വി യൂസ് ടുഡേ ആൻഡ് ഗീവ് എക്സാമ്പിൾ ഓഫ് ഈച്ച്. 3 മേജർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലേ? നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന മേജർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടിന്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചത്. ഏതൊക്കെ ട്രാൻസ്പോർട്ടാണ് ഉള്ളത്? ലാൻഡ് ട്രാൻസ്പോർട്ട് ഉണ്ട് അല്ലേ? അതായത് റോഡ് ട്രാൻസ്പോർട്ട്, റോഡിലൂടെയുള്ള ട്രാൻസ്പോർട്ട്, റോഡിലൂടെയുള്ള യാത്രകൾ അല്ലേ? വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ട്, അതായത് സീ ട്രാൻസ്പോർട്ട് അല്ലേ? കടലിലൂടെയുള്ള ട്രാൻസ്പോർട്ട്. എയർ ട്രാൻസ്പോർട്ട് ഉണ്ട്, നാഷണൽ എയർ ട്രാൻസ്പോർട്ട്. അപ്പോൾ എയർ ട്രാൻസ്പോർട്ട് ഉണ്ട്, വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ട്, ലാൻഡ് ട്രാൻസ്പോർട്ട്, അതായത് ലാൻഡിലൂടെയുള്ള ട്രാൻസ്പോർട്ട്, വെള്ളത്തിലൂടെയുള്ള ട്രാൻസ്പോർട്ട്, എയറിലൂടെയുള്ള ട്രാൻസ്പോർട്ട്. ഇത്രയും ഗതാഗതങ്ങൾ, ഇത്രയും ട്രാൻസ്പോർട്ടുകളാണ് 3 മേജർ ട്രാൻസ്പോർട്സുകളാണ്. ഈ ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി ഹാസ് ദി സെക്കൻഡ് ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക് ഇൻ ദി വേൾഡ്? ഏത് കൺട്രിക്കാണ് ഈ വേൾഡിൽ തന്നെ ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക് ഉള്ളത്? ഏതിനാണ്? നമ്മുടെ ഇന്ത്യക്കാണ്. ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യക്കാണ് ലാർജസ്റ്റ് ആയിട്ടുള്ള റോഡ് നെറ്റ്വർക്ക് ഉള്ളത്. ആക്ടിവിറ്റി 4, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. ഈ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാനുള്ളത് ഡെമോക്രസി ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഡെമോക്രസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ്? ദി സുപ്രീം പവർ ബിലോങ്സ് ടു ദി സുപ്രീം പവർ ആർക്കാണുള്ളത് അല്ലേ? പവർ ആരെടുത്താണ്? നമ്മളെ അടുത്താണ് അല്ലേ? ദി പീപ്പിൾ അല്ലേ? പീപ്പിളിൻ്റെ അടുത്താണ്, ജനങ്ങളുടെ അടുത്താണ് പവർ ഉള്ളത് അല്ലേ? നമ്മളല്ലേ വോട്ട് ചെയ്യുന്നത്, വിജയിപ്പിക്കുന്നതും അല്ലേ? സെക്കൻഡ് എന്താണ്? ദി റൂൾ ഓഫ് ലോ എൻഷ്യൂർസ് ഡാഷ് ബിഫോർ ലോ.
റൂൾ ഓഫ് ലോ എൻഷ്യൂർസ് ഇക്വാലിറ്റി ബിഫോർ ലോ. ലോന്റെ മുന്നേ എന്താണ്? ഇക്വാലിറ്റി അല്ലേ, തുല്യാവകാശം. എല്ലാവർക്കും ഒരേ ലോ അല്ലുള്ളത് അല്ലേ. റൂൾ ഓഫ് ലോ എന്താണ് അല്ലേ? ലോ എന്താണ്? റൂൾ എന്താണ്? എല്ലാവർക്കും ഇക്വാലിറ്റി അല്ലേ, തുല്യതയാണ് അല്ലേ. ലോന്റെ മുന്നേ ഉറപ്പുവരുത്തുന്നത് എന്താണ്? തുല്യതയാണ്, ഇക്വാലിറ്റി ആണ്. ഈ ഫ്രീ ആൻഡ് ഫെയർ അല്ലേ, ഫ്രീ ആയിട്ടുള്ളതും ഫെയർ ആയിട്ടുള്ളതും സത്യസന്ധമായിട്ടുള്ളത് എന്താണ്? നമ്മുടെ ഇലക്ഷൻ ആണ് അല്ലേ. ഡെമോക്രസി ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഇലക്ഷൻ ആണ്. ഇലക്ഷൻ ഫ്രീ അല്ലേ, ഫ്രീ ആൻഡ് ഫെയർ ആണ്. ഓക്കെ. ഫോർത്ത് വൺ, ഡാഷ് മീഡിയ ദാറ്റ് ഹെൽപ്പ് ടു കണക്ട് ദി പീപ്പിൾ ആൻഡ് ദി ഗവൺമെന്റ്. നമ്മുടെ പീപ്പിളിനെയും ഗവൺമെന്റിനെയും കണക്ട് ചെയ്യുന്ന മീഡിയ ഏതാണ്? ഇൻഡിപെൻഡന്റ് മീഡിയ ദാറ്റ് ഹെൽപ്പ് ടു കണക്ട് ദി പീപ്പിൾ ആൻഡ് ദി ഗവൺമെന്റ്. പീപ്പിളിനെ, ജനങ്ങളെയും ഗവൺമെന്റിനെയും കണക്ട് ചെയ്യുന്ന, ബന്ധിപ്പിക്കുന്ന മീഡിയ ഏതാണ്? ഇൻഡിപെൻഡന്റ് മീഡിയ ആണ്. ഫിഫ്ത്ത് വൺ, ഡാഷ് ഹെൽപ്പിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് ദി ഗവൺമെന്റ് ത്രൂ കോൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. ഓപ്പോസിഷൻ ആണ്. ഓപ്പോസിഷൻ ഹെൽപ്പിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് ദി ഗവൺമെന്റ് ത്രൂ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തിലൂടെ ഗവൺമെന്റിനെ ഇംപ്രൂവ് ചെയ്യുന്നത് ആൻഡ് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? എന്താണ്? ഓപ്പോസിഷൻ ആണ് അല്ലേ. ഓപ്പോസിഷൻ ഹെൽപ്പിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് ദി ഗവൺമെന്റ്. അപ്പോൾ ഈ 5 വേർഡ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ്? ദി പീപ്പിൾ, ഇക്വാലിറ്റി, ഇലക്ഷൻ, ഇൻഡിപെൻഡന്റ്, ഓപ്പോസിഷൻ. അതൊക്കെ എന്തൊക്കെയാണ് അല്ലേ. ആൻഡ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളതും ഇമ്പാർഷ്യൽ ആയിട്ട് പാർഷ്യാലിറ്റി കാണിക്കാത്തതായിട്ട് ജുഡീഷ്യറി ആണ് നമ്മുടെ ഡെമോക്രസി. അപ്പോൾ ഡെമോക്രസിയുടെ 6 ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാനും. ആക്ടിവിറ്റി 5, ദി പിക്ചർ ഷോസ് വൺ ഓഫ് ദി മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂസ്ഡ് കിങ്സ് ഇൻ ആൻഷ്യന്റ് ടൈംസ് ടു കൺവേ ന്യൂസ് ആൻഡ് മെസ്സേജ് ടു ദി പബ്ലിക്. ഈ പിക്ചർ എന്താണ് ഷോസ് ചെയ്യുന്നത് അല്ലെ? ന്യൂസും മെസ്സേജസ് ഒക്കെ പബ്ലിക്കിലേക്ക് എത്തിക്കാൻ അല്ലെ, ജനങ്ങളിലേക്ക് എത്തിക്കാൻ രാജാക്കന്മാർ പണ്ട് കാലത്ത് യൂസ് ചെയ്തൊരു കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ. ഇങ്ങനെയൊക്കെ മുട്ടിയിട്ട് ഇതിലൂടെ കാണിച്ചിട്ടാണ് ജനങ്ങളെ ഓരോ കാര്യങ്ങൾ അറിയിച്ചിരുന്നത്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് പണ്ടത്തെ കാലത്ത് ആൻഷ്യന്റ് ടൈംസിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ് ഈ കാണിച്ചത്. വാട്ട് ആർ ദി മെത്തേഡ്സ് യൂസ്ഡ് ബൈ ഏർലി ഹ്യൂമൻ ടു കമ്മ്യൂണിക്കേറ്റ് ഐഡിയാസ്. ആദിമ മനുഷ്യർ, നമ്മുടെ ഏർലി ഹ്യൂമൻസ് ആശയങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചിരിക്കുന്ന മാർഗ്ഗങ്ങൾ. ആശയങ്ങൾ എങ്ങനെയൊക്കെയാണ് കൈമാറിയിരുന്നത് അല്ലേ? ബോഡി ഫേഷ്യൽ മൂവ്മെന്റ്സ് അല്ലേ, മുഖചലനങ്ങളിലൂടെ അല്ലേ, ശരീരത്തിൻ്റെ മുഖത്ത് കൈയും കാലും അല്ലേ, മുഖത്തിലെ ചലനങ്ങളിലൂടെ ഫേഷ്യൽ മൂവ്മെന്റ്സിലൂടെയാണ്. അപ്പോൾ ബോഡി ഫേഷ്യൽ മൂവ്മെന്റ്സിലൂടെയാണ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. രണ്ടാമത് ഫയർ ആൻഡ് സ്മോക്ക് അല്ലേ, തീയും പുകയൊക്കെ വെച്ചിട്ട് അല്ലേ ഓരോന്ന് അറിയിച്ചിരുന്നത്. തീയൊക്കെ കത്തിച്ചിട്ട് സ്മോക്ക് ചെയ്തിട്ട് പുക വരുത്തിയിട്ടൊക്കെയാണ് ഓരോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. ദെൻ സിമ്പിൾസ്, ഓരോ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ട് ഓരോ ചിഹ്നങ്ങൾ സിമ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ഐഡിയാസ് ഏതൊക്കെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നില്ലേ. നമ്മുടെ ആദിമ മനുഷ്യർ ഏർലി ഹ്യൂമൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഐഡിയാസിലെ ബോഡി ഫേഷ്യൽ മൂവ്മെന്റ്സിലൂടെ ഫയർ ആൻഡ് സ്മോക്ക്, സിമ്പിൾസ്, ഓരോ ചിഹ്നങ്ങൾ അടയാളപ്പെടുത്തിയിട്ടൊക്കെ ആയിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന, ആശയവിനിമയം നടത്തിയിരുന്നത്. ബി ക്വസ്റ്റ്യൻ, ദി സ്ക്രിപ്റ്റ് ഡെവലപ്ഡ് ബൈ ദി സുമേറിയൻ ഈസ് നോൺ ആസ്. സുമേറിയൻസ് ഡെവലപ്പ് ചെയ്ത സ്ക്രിപ്റ്റിന്റെ പേരെന്താണ് അല്ലെ, ലിപിയുടെ പേരെന്താണ്? സുമേറിയൻസ് ഡെവലപ്പ് ഉണ്ടാക്കിയ ലിപിയുടെ പേരെന്താണ്? ആ സ്ക്രിപ്റ്റിന്റെ പേരെന്താണ്? ഹൈറോഗ്ലിഫിക് ആണോ, ക്യൂണിഫോം ആണോ, സാൻസ്ക്രിറ്റ് ആണോ, ചൈനീസ് ആണോ? ചൈനീസ് ലിപി ആണോ, സാൻസ്ക്രിറ്റ് ലിപി ആണോ? ഏതാണ്? ക്യൂണിഫോം ലിപിയാണല്ലേ. ക്യൂണിഫോം സ്ക്രിപ്റ്റ് ആണ് സുമേറിയൻസ് ഡെവലപ്പ് ചെയ്ത സ്ക്രിപ്റ്റിന്റെ പേര് ക്യൂണിഫോം അല്ലേ. നമ്മുടെ യൂണിഫോം ഒക്കെ കൊടുത്തു വെച്ചാൽ മതി അല്ലേ, ക്യൂണിഫോം. വാട്ട് ആർ ദി മെത്തേഡ്സ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് ന്യൂസ് ആൻഡ് മെസ്സേജസ് ഇൻ ദി മോഡേൺ ടൈംസ്. നമ്മുടെ മോഡേൺ ടൈംസിൽ, ഇപ്പോഴുള്ള ടൈംസിൽ ന്യൂസ് മെസ്സേജൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് എങ്ങനെയാണ്? ന്യൂസ് മെസ്സേജൊക്കെ നമ്മൾ അറിയൽ അല്ലേ, TV മൊബൈലിലൂടെ ഒക്കെ അല്ലേ അറിയൽ അല്ലേ. ഫോണ്, ലെറ്റർ, ടെലിവിഷൻ, ഓൺലൈൻ സിസ്റ്റം, ന്യൂസ് പേപ്പർ അല്ലെ. ന്യൂസ് പേപ്പർ പത്രത്തിലൂടെ, ഓൺലൈൻ സിസ്റ്റം ഓൺലൈൻ സിസ്റ്റത്തിലൂടെ, ടെലിവിഷനിലൂടെ, ലെറ്ററിലൂടെ, ഫോണിലൂടെ ഒക്കെയാണ് ഇപ്പം നമ്മളെ മോഡേൺ ടൈംസിൽ ന്യൂസ് മെസ്സേജൊക്കെ അറിയുന്നത് അല്ലെ. ഏർലി ഹ്യൂമൻസിൽ, ആദിമ മനുഷ്യരിലുള്ള ഐഡിയാസ് എന്തൊക്കെയായിരുന്നു അല്ലേ? ഓരോ ആക്ഷനും കാര്യങ്ങളും അല്ലേ, തീയും പുകയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഓരോ ചിഹ്നങ്ങളൊക്കെ കാണിച്ചിട്ടൊക്കെ ആയിരുന്നു അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. ആക്ടിവിറ്റി 6, ഒബ്സർവ് ദി പിക്ചർ ആൻഡ് ഫൈൻഡ് ദി ആൻസർ ടു ദി ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. അപ്പോൾ ഈ പിക്ചർ ഒബ്സർവ് ചെയ്തിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി സീ ടു ദി ഈസ്റ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തേക്കുള്ള കടൽ, സീ ഏതാണ് അല്ലേ? ഈസ്റ്റ് ഭാഗത്തേക്കുള്ള കടൽ ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ്. ദി ബേ ഓഫ് ബംഗാൾ. ബംഗാൾ ഉൾക്കടലാണ്. ദി സെക്കൻഡ്, ദി സീ ടു ദി വെസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗം, പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള കടൽ ഏതാണ്? സീ ഏതാണ്? അറബിക്കടലാണ് അല്ലേ. പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലല്ലേ, ദി അറേബ്യൻ സീ. അറേബ്യൻ സീ ആണ് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ളത്. തേർഡ് വൺ, എ നൈബറിംഗ് കൺട്രി ടു ദി സൗത്ത് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തേക്കുള്ള ഒരു അയൽ രാജ്യം അല്ലേ, തൊട്ടടുത്തുള്ള തെക്ക് ഭാഗത്തേക്കുള്ള അയൽ രാജ്യം, നൈബറിംഗ് കൺട്രി ഏതാണ്? ശ്രീലങ്കയാണ് തെക്ക് ഭാഗത്തേക്കുള്ള അയൽ രാജ്യം അല്ലേ, നൈബറിംഗ് കൺട്രി ശ്രീലങ്കയാണ്. ദി സൗത്തേൺ മോസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്ര ഭരണ പ്രദേശം അല്ലേ, സൗത്തേൺ യൂണിയൻ ടെറിട്ടറി. അറ്റത്തുള്ള കേന്ദ്ര ഭരണ പ്രദേശം അതേതാണ്? മാഹിയാണ്. ദി സൗത്തേൺ മോസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ നമ്മുടെ മാഹിയാണ്, മാഹി. ഫിഫ്ത്ത് വൺ, ഇൻ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ ഈസ് അരുണാചൽ പ്രദേശ് ലൊക്കേറ്റഡ്. അപ്പോൾ ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് അരുണാചൽ പ്രദേശ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് അരുണാചൽ പ്രദേശ് ഉള്ളത്? വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് അരുണാചൽ പ്രദേശ് ഉള്ളത്. മാപ്പിൽ നിങ്ങൾക്കറിയില്ല അരുണാചൽ പ്രദേശ് എവിടെയാണുള്ളത് അല്ലേ, വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് അരുണാചൽ പ്രദേശ് ഉള്ളത്. അപ്പോൾ മാപ്പിലുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം, എന്നാലേ ഉള്ളൂ ഏത് ഭാഗത്ത് ഏതൊക്കെ ഉള്ളത് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പറയാൻ കഴിയുകയുള്ളൂ.
ആക്ടിവിറ്റി 7 ഒബ്സർവ് ദി ഔട്ട്ലൈൻ ഓഫ് എ വില്ലേജ് പഞ്ചായത്ത് ഇൻ കേരള. അല്ലെ, കേരളയിലുള്ള ഒരു വില്ലേജ് പഞ്ചായത്തിന്റെ ഔട്ട്ലൈൻ ആണുള്ളത്. വണിയംകുളം ഗ്രാമപഞ്ചായത്ത്. ഒരു ഔട്ട്ലൈൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എ, ഫൈൻഡ് ഔട്ട് വാട്ട് ദി ഗിവൺ ഇൻഡീസസ് ഇൻഡിക്കേറ്റ് ഓൺ ദി മാപ്പ്. ഈ മാപ്പിലുള്ള ഇൻഡീസസിലെ സൂചികകൾ എന്തിനൊക്കെയാണെന്ന് സൂചിപ്പിക്കുന്നത്. ഈ മാപ്പിലുള്ള ഈ സൂചികകൾ ഇവിടെ കാണിച്ച ഇൻഡീസസ് എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? ഫസ്റ്റ് വൺ എന്താണ്? ഡിസ്ട്രിക്ട് ബൗണ്ടറി, ജില്ലാ അതിർത്തിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ഇതെന്താണ്? പഞ്ചായത്ത് ബൗണ്ടറി അല്ലേ, പഞ്ചായത്തിന്റെ അതിർത്തിയാണ്. തേർഡ് വൺ ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? റെയിൽവേ ലൈൻ ആണ്. ഓക്കെ, റെയിൽവേ ലൈൻ അല്ലേ, റെയിൽപാത. ഇതെന്താണ്? ഇത് നദിയാണല്ലേ, റിവറാണ്. ഇത് റിവർ അല്ലേ, ഇങ്ങനെ ഒരു സൈൻ ഉണ്ടെങ്കിൽ അല്ലേ, ഈ സൂചിക എന്തിനാണ്? ഇത് നദിയിലെ റിവറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് റെയിൽവേ ലൈൻ ആണ്. അപ്പോൾ ഇതെന്താണ്? പഞ്ചായത്ത് അതിർത്തിയാണല്ലേ, പഞ്ചായത്ത് ബൗണ്ടറി ആണ്. ഇത് ഡിസ്ട്രിക്ട് ബൗണ്ടറി ആണല്ലേ, ജില്ലാ അതിർത്തിയാണ്, ഡിസ്ട്രിക്ട് ബൗണ്ടറി ആണ്. ബി, വിച്ച് മേജർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് റൺസ് പാരലൽ ടു ദി ഭാരതപ്പുഴ റിവർ. ഭാരതപ്പുഴ റിവറിനോട് അല്ലേ, ഭാരതപ്പുഴയോട് പാരലൽ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ഏതാണ് അല്ലേ? ട്രാൻസ്പോർട്ട് ഏതാണ്? മേജർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഏതാണ് ഭാരതപ്പുഴ. അതിനോട് പാരലൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ, പാരലായിട്ട് സമാന്തരമായിട്ടുള്ള ട്രാൻസ്പോർട്ട്. മേജർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഏതാണ്? നമ്മുടെ റെയിൽവേ ആണല്ലേ, റെയിൽവേ ട്രാൻസ്പോർട്ടാണ് പാരലായിട്ട്. ഭാരതപ്പുഴയോട് പാരലായിട്ടുള്ളത് നമ്മുടെ റെയിൽവേ ആണ്. ക്വസ്റ്റ്യൻ സി, ലിസ്റ്റ് 2 ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് യുവർ ഓൺ വില്ലേജ്. നമ്മുടെ വില്ലേജിൻ്റെ ഒരു ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് 2 ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങളുടെ വില്ലേജിൻ്റെ ഏതെങ്കിലും 2 ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഏതെങ്കിലും 2 എഴുതുക. നമ്മുടെ ന്യൂ സിലബസ് പ്രകാരമുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും എന്താണ് നമ്മുടെ ന്യൂ സിലബസ് പ്രകാരമുള്ളതല്ല. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ.